ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത്, അതായത് ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ, അത് ഇൻഹെറിറ്റേഴ്സ്, അതായത് ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ പാരമ്പര്യമായിട്ട് കിട്ടുന്ന ആ ഒരു രീതി, അതിനെയാണ് നമ്മൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരമ്പര്യം എന്നൊക്കെ പറയാൻ പറ്റും. അപ്പോ യഥാർത്ഥ പാരമ്പര്യം, ഭൂമിയുടെ അവകാശം അല്ലെങ്കിൽ പാരമ്പര്യം അല്ലെ അവകാശം, ആർക്ക്, എന്ത്, എങ്ങനെ എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. When I became the owner of a tiny little piece of this wide earth, I felt very happy. It was a 2-acre plot with coconut palms and an old house where we could live. Those were the days when the piece of coconuts was going up and the price of coconuts was going up, and I was in high spirit at the thought of the palm laden with coconuts. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇത് എഴുതിയതാരെന്ന് നോക്കുക, വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. പുള്ളിക്കാരൻ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഈ ഭൂമിയുടെ അവകാശികൾ, അതെന്ന് പറയുന്നത് മലയാളത്തിലാണുള്ളത്. അത് എന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താണ് ഇംഗ്ലീഷിൽ ആക്കിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് പുള്ളിക്കാരൻ ഒരു 2 ഏക്കർ വാങ്ങിച്ചു. 2 ഏക്കർ വസ്തു പുള്ളിക്കാരൻ പൈസ കൊടുത്ത് വാങ്ങിച്ചു. അപ്പോ അവിടെ പോകുന്നതും അവിടെ ജീവിക്കുന്നതും ആയിട്ടുള്ള കഥ, അല്ലെ അവിടെ ജീവിക്കാൻ തുടങ്ങും, അവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്നുള്ള കാര്യമൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോ ഇവിടെ 2 ഏക്കർ വസ്തു, അതും കോക്കനട്ട് പാം, അല്ലെ കോക്കനട്ടും എല്ലാം ഉള്ള, അതായത് തെങ്ങ്, അതിനോടൊപ്പം പന, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉള്ള, പ്രത്യേകം തെങ്ങാണ്, കൂടുതൽ തെങ്ങും തോപ്പാണ് പുള്ളിക്കാരൻ വാങ്ങിച്ചത്. പക്ഷേ അവിടെ എന്ന് പറയുന്നത് കുറെ ട്രസ്പാസേഴ്സ്, ബട്ട് ദെൻ കെയിം ദ ട്രസ്പാസേഴ്സ്. അവിടെ ട്രസ്പാസേഴ്സ് അവിടെ വന്നു. ആരാണ് ട്രസ്പാസേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് അതിക്രമിച്ച് കിടക്കുന്ന ആൾക്കാർ, വസ്തുക്കളിലൊക്കെ അതിക്രമിച്ച് കിടക്കുന്നവർ. അപ്പൊ അങ്ങനെ ആരൊക്കെയോ കുറച്ചു പേര് അവിടെ അതിക്രമിച്ച് കിടന്നു. ആരെ? വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വസ്തുവില്. They did not care about the fence we had put up at the boundary. അവരാര് ഈ ബൗണ്ടറിയിൽ വെക്കുന്ന ലൈക്ക് ആ ബൗണ്ടറിയോ ഒന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവർ ധൈര്യത്തോടെ കയറി വരികയാണ്. Did not seem to be at all afraid of the watchman Shan. അപ്പോ പുള്ളിക്കാരന്റെ അവിടെ വളർത്തു നായയുടെ പേരാണ് ഷാൻ. അപ്പൊ ഷാൻ ഇതിനെ കണ്ടിട്ട് പേടിക്കാതെയാണ് അവരെല്ലാം കൂടെ അവിടെ ആ വസ്തുവിനകത്ത് കയറി വരുന്നത്. അതിലെ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു കിഴിരിപ്പ് ഉണ്ടാവുന്നുണ്ട്. അത് ഓക്കെ, അവിടെ എല്ലാവർക്കും അങ്ങനെയാണോ? എനിക്ക് അങ്ങനെയാണ്. അപ്പൊ എല്ലാരും മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുക. അതുൽ മ്യൂട്ട് ചെയ്തേ. ഓക്കെ, അപ്പോ ഇനി അങ്ങനെ വരികയാണെങ്കിൽ, പെട്ടെന്ന് അങ്ങനെ വരികയാണെങ്കിൽ അവിടെ റേസ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ എനിക്കിവിടെ കൈ പൊക്കുന്നതായിട്ടൊരു സിമ്പിൾ അറിയാൻ പറ്റും. അപ്പൊ ഞാൻ ഉടനെ ചോദിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് അത് ചെയ്യാം. ഓക്കെ, ആരും നമ്മുടെ ഷാനിനെ പോലും നോക്കാതെയാണ് ഈ വസ്തുവിനകത്തോട്ട് കയറി വരുന്നത്. They did not seem to care for anyone in the world, not even the government. അവർ ഗവൺമെന്റിനെ പോലും പേടിക്കാതെയാണ് അവർ കയറി വരുന്നത്. ഞാൻ അടുത്ത പാരഗ്രാഫ് വൈസ് വായിക്കാം, എന്നിട്ട് അതിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. കാര്യം നമുക്ക് ഇത് തീർക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും വാക്കുകളുടെ മീനിങ്ങോ അങ്ങനെ എന്തെങ്കിലും അറിയാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ടെക്സ്റ്റ് നോക്കിക്കോ. ഇത് സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കണ്ണൊക്കെ പ്രശ്നമാവും, കണ്ണൊക്കെ വേദന എടുക്കും. അതുകൊണ്ട് കൂടുതൽ ടെക്സ്റ്റിൽ നോക്കാൻ ശ്രദ്ധിക്കുക. The first arrivals were birds and butterflies, a wide variety of birds and so many butterflies. Perched on the bough, the birds chirped on and on. The butterflies fluttered around in the courtyard,
flashing their colors in the sunlight. Then came the crows. Their raucous cawing was unbearable than the racket of other birds. But the worst was that they missed no chance to swoop down on our hens and chicks. അതായത് ഇവിടെ പറയുന്നത് ആരൊക്കെയോ കുറെ പേര് ഇവിടെ അകത്ത് കയറി, അവരാരും ഇവിടെ ഒന്നിനെയും കണക്കാക്കുന്നില്ല. എന്തൊക്കെയാണ് അവര് വേലിയോ ഒന്നും കണക്കാക്കാതെ വരുന്നുണ്ട്. അത് ആരൊക്കെയെന്ന് ചോദിച്ചാല് ബേർഡ്സും ബട്ടർഫ്ലൈസും അവരാണ് ഇതിനകത്തോട്ട് വന്നത്. പലതരത്തിലുള്ള ബേർഡ്സും ബട്ടർഫ്ലൈസും എല്ലാം ഇതിനകത്തൂടെ കയറി വരികയാണ്. അവരാരെയും മൈൻഡ് ചെയ്യുന്നില്ല. കാക്ക വരുന്നു, അവർ സൗണ്ട് ഉണ്ടാക്കുന്നു, അവര് ആരെയും പേടിക്കാതെ വരുന്നു. പിന്നെ they missed no chance to swoop down on our hens and chicks. അതായത് ഈ കോഴിയൊക്കെ, കോഴി കുഞ്ഞുങ്ങളെയൊക്കെ ഇവര് കാക്കയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. അതായത് കാക്ക കൊത്തിക്കൊണ്ട് പോകും അതിന് ആഹാരമാക്കാനായിട്ട്. അപ്പോൾ അതിനുള്ള ചാൻസോ ഒന്നും അവരാരും കളയുന്നില്ല. അവരെല്ലാം ധൈര്യപൂർവ്വം ഇതിനകത്തോട്ട് വന്ന് അവരുടെ, അതായത് ഈ പക്ഷികളും ബട്ടർഫ്ലൈസും എല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തിന് അവരോരോന്ന് ചെയ്യുകയാണ്. Next to arrive were the house birds that perched on our coconut palms. അവര് അടുത്ത് വന്നതാണ് ഈ കഴുകന്മാരും എല്ലാരും വരികയാണ്. എന്തിന്? However, while they sat on higher planes, their aims were just as low down in the dust. The hawks and the crows had the same agenda while they watched and waited. അപ്പോൾ ഈ പരുന്തും കാക്കയ്ക്കും എല്ലാം ഒറ്റ കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് വന്ന് നേരെ ഈ കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ തട്ടിക്കൊണ്ട് പോകണം. അവർക്ക് വന്നതിന് ശേഷം കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ആഹാരം ആക്കണം. അതായിരുന്നു അവരുടെ മെയിൻ അജണ്ട. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. നോർ വെയർ ദേ എലോൺ, ദേ വെയർ. അതുൽ കേൾക്കാൻ പറ്റുന്നില്ലേ? അതുൽ വേറെ ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? എല്ലാവർക്കും അങ്ങനെയാണോ? കേൾക്കാൻ പറ്റുന്നില്ലേ? അപ്പോ എനിക്ക് തോന്നുന്നു അവിടെ എന്തോ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ആ ഒരു കാര്യം ചെയ്യും. അതിൽ ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോ ഇതിൽ മാത്രം നിർത്തി നിൽക്കുമ്പോഴത്തേക്കും അതായത് ഞാൻ പറയാം, ബാക്കിയുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇതേപോലെ ഓരോരുത്തരായിട്ട് നമ്മുടെ ഈ വസ്തുവിൽ ഇങ്ങനെ കയറിക്കൊണ്ടേയിരിക്കുകയാണ്. They were mongooses in the bamboo thicket, and there were foxes in the shrubs close by, ready to pounce on the hens. Sir, കേട്ടൂടാ. ബാക്കിയുള്ളവർക്കും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പൊ ഇത്തരത്തില് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറുള്ളൂ. ഞാൻ എന്തായാലും ഇതിന്റെ സമ്മറി, നമ്മൾ കുറെ സമയം നഷ്ടമായി. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിന്റെ സമ്മറി ഞാനൊന്ന് മലയാളത്തിൽ പറയാം, ഇത് കംപ്ലീറ്റ് ആയിട്ട്. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. എന്തായാലും ഇത് നിങ്ങൾക്ക് എക്സാമിന് വലുതായിട്ട് ബുദ്ധിമുട്ടിക്കത്തില്ല ഈ ചാപ്റ്റർ ചെയ്യുന്ന, കേട്ടോ, പേടിക്കണ്ട. ഓക്കെ, അതുലിന് അവിടെ നല്ല ഇഷ്യൂ ഉണ്ട്, അവിടത്തെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അതുലിന് അങ്ങനെ ഒരു ഇത് വരുന്നത്. അപ്പോ നമ്മുടെ ഈ ടോട്ടലി ചാപ്റ്റർ എന്ന് പറയുന്നത്, അപ്പൊ ഇവരടുത്ത് കോബ്ര കയറി വരുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള ഓരോ ജീവികളും ഓരോരോ അനിമൽസും അവിടെ എല്ലാം കയറി വരുന്നുണ്ട്, നമ്മുടെ ഈ വസ്തുവിൽ കയറി വരുന്നുണ്ട്. അപ്പോ കയറി വരുമ്പോ നമ്മുടെ ഓണറായ നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തുകാരൻ ആലോചിക്കുകയാണ്, ഇത് ഞാൻ വാങ്ങിച്ച വസ്തുവല്ലേ, പിന്നെ എന്തു പറ്റി എല്ലാരും കൂടെ ഇങ്ങനെ കയറി വരുന്നത്? ഇവരെല്ലാരും ഇത് എവിടെ പോകുന്നു? ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ട, ഞാന് പൈസ കൊടുത്ത് വാങ്ങിച്ച 2 ഏക്കർ വസ്തുവാണ്. ഇതിൽ എന്തിനാണ്
ബാക്കിയുള്ളവരൊക്കെ കയറി വരുന്നത് എന്ന് ചോദിക്കുക. അപ്പോ നമ്മുടെ ഈ പുള്ളിക്കാരന്റെ വൈഫ് അപ്പൊ പറയുകയാണ്, ഇവിടെ ഈ വസ്തുവിൽ നിൽക്കുന്ന ചക്കപ്പഴം എല്ലാം പഴുത്തു നിൽക്കുന്നു, ചക്കകളെല്ലാം പഴുത്തു, എല്ലാരും വന്ന് ഇനിയിപ്പോ അണ്ണാനും കാക്കയ്ക്കും എല്ലാവർക്കും വന്ന് അവർക്കെല്ലാം ഭയങ്കര കോളായിരിക്കും, അവരെല്ലാം കൂടെ വന്ന് ഇതെല്ലാം കൂടെ കഴിക്കും, നമുക്കൊന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോ നമ്മുടെ കവിക്കാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുക, ഇതെന്താ ഇങ്ങനെ? പക്ഷെ എന്നിട്ട് പറയുന്നുണ്ട്, ഈ ദൈവം എല്ലാരെയും ഇവിടെ ജനിപ്പിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിച്ചിട്ടുള്ളത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്. അതായത് നമ്മുടെ ഈ വസ്തുവും എല്ലാം തന്നെ ഈ മൃഗങ്ങൾക്കാർക്കും ഒന്നും ചോദിക്കാൻ പറ്റത്തില്ല. ആക്ച്വലി ഇതെല്ലാം അവർക്ക് കൂടെ അവകാശപ്പെട്ടതാണ്. പക്ഷെ അവര് നമ്മളോട് ചോദിക്കുന്നില്ല, അവർക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഇതെല്ലാം അവർക്കും അവകാശപ്പെട്ടതാണ് എന്നിങ്ങനെ പറഞ്ഞു. ഇനി അപ്പോ നമ്മുടെ എഴുത്തുകാരന്റെ വൈഫ് പറയുകയാണ്, പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവത്തില്ലല്ലോ, കാര്യം അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെല്ലാം എങ്ങനെയാണ് കൊല്ലാനുള്ള വഴി ഉണ്ടാക്കും, കാര്യം ഇവരെല്ലാം കൂടെ വന്ന് നശിപ്പിക്കുകയാണ്, എലികൾ വന്ന് വീട്ടിനകത്ത് അത്രയും പ്രശ്നം ഉണ്ടാക്കുന്നു, ഇത് എല്ലാത്തിനെയും നശിപ്പിക്കുന്നു, ഇത് പറ്റത്തില്ല, എനിക്ക് എങ്ങനെയെങ്കിലും കൊല്ലണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് നമ്മുടെ വൈഫ് എന്ത് ചെയ്തു, അതായത് നമ്മുടെ എഴുത്തുകാരന്റെ വൈഫ് എന്ത് ചെയ്തു, അവര് പുറത്തു പോയി റാറ്റിന് വേണ്ടിയിട്ടുള്ള റാറ്റ് പോയിസൺ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് എന്നിട്ട് മിക്സ് ചെയ്ത് അവിടെ കോമ്പൗണ്ടിൽ പലയിടത്തായിട്ടും വെച്ചു. അതില് കുറെ കോഴികള്, അതായത് ഇൻ 4 days 5 hens 5 കോഴികള്, 12 സ്ക്വരൽസ്, 200 റാറ്റ്സ്, 200 എലികള്, അതില് ഒരു പൂച്ച, ഇത്രയും അവിടെ മരിക്കുകയുണ്ടായി. അതെല്ലാം ചത്തുപോയി. കാര്യം ഇത് അവിടെ ആയിട്ട് ഈ എലിവിഷം വെച്ചു. അപ്പൊ അങ്ങനെ എല്ലാം ചത്തുപോയി. അത് കഴിഞ്ഞിട്ട് കോക്കനട്ട് അവിടെ തേങ്ങ വിളഞ്ഞപ്പോ തേങ്ങയൊക്കെ കൊഴിയാൻ തുടങ്ങി, അവിടെ വീഴാൻ തുടങ്ങി. പക്ഷെ വീഴാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കാക്കയും, അതുപോലെ കാക്ക അല്ല, ഈ ഔൾ, മൂങ്ങയും എല്ലാം തന്നെ അവിടെ അതുലിന് വീണ്ടും ഇഷ്യൂ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു അവിടെ അതുലിന് നല്ല ഇഷ്യൂ വരുന്നതാണെന്ന് തോന്നുന്നു. കാരണം ബാക്കിയുള്ളവർക്ക് അങ്ങനെ വലിയ ഇഷ്യൂ വരുന്നില്ല എന്നാണ് പ്രതീക്ഷ. ബാക്കിയുള്ളവർ കേൾക്കാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് അവിടെ എന്തോ ഇഷ്യൂ ആണ് വരുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ ഈ തേങ്ങകളൊക്കെ പഴുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മൂങ്ങയും വവ്വാലും എല്ലാം കൂടെ വന്ന് കഴിച്ച് തീർക്കും. പ്രത്യേകിച്ചും വവ്വാലാണെങ്കിൽ രാത്രി വന്ന് അത് കഴിച്ചിട്ട് തൊണ്ടവിടെ ഇട്ടിരിക്കും. അപ്പൊ അതൊക്കെ എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോ എന്നിട്ട് പുള്ളിക്കാരന്റെ വൈഫ് പറഞ്ഞു, പുള്ളിക്കാരന്റെ വൈഫിന്റെ കസിൻ ബ്രദറിനെ വിളിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഒരു തോക്കുണ്ട്, തോക്ക് കൊണ്ട് ഇതിനെല്ലാം വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോ ഇവിടെ ഇങ്ങനെ തോക്ക് കൊണ്ട് വെടിവെക്കുന്നതിൽ കാര്യമില്ല. പക്ഷെ അടുത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിന്റെ അടുത്ത് ഒരു വലിയൊരു മരമുണ്ട്. ആ മരത്തില് ധാരാളം നമ്മുടെ വവ്വാലുകള് അവിടെ തൂങ്ങിക്കിടക്കും. അപ്പൊ അവിടെ പോയി വെടിവെച്ച് കഴിഞ്ഞാൽ ഈ നാട്ടിൽ ഇനി ഒരിക്കലും വവ്വാലുകളൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് നമ്മുടെ എഴുത്തുകാരന്റെ വൈഫ് അവരുടെ കസിനെയും വിളിച്ചുകൊണ്ട് പോയി ഈ വവ്വാലുകളെല്ലാം കൊല്ലാനായിട്ട് പോവുകയാണ്. അപ്പോ അങ്ങനെ പോയിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവർ രണ്ടുപേരും കൂടെ ഓടി വരുന്നതാണ് നമ്മുടെ എഴുത്തുകാരൻ കാണുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓടി വരുന്നത്? അവരിങ്ങനെ പേടിച്ച് വരുന്നത് പോലെ തോന്നുന്നു, പേടിച്ച് വരുന്നത് പോലെയാണ് നമ്മുടെ എഴുത്തുകാരന് തോന്നിയത്. എന്താ കാര്യം എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നമ്മൾ കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്, നമ്മൾ വിചാരിച്ചു അവരെല്ലാം കൂടെ നമ്മളെ കൊല്ലുമായിരുന്നു എന്ന് വിചാരിച്ചു, കഷ്ടപ്പെട്ട് രക്ഷപ്പെട്ടു എന്നിങ്ങനെ പറഞ്ഞു. എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോഴാ പറഞ്ഞത്, ഇവിടെ ഉള്ള ആ ടെമ്പിളിലുള്ള ആ ടെമ്പിളിലെ ഉള്ള ആ ബാഗ്സ് എന്ന് പറയുന്നത് ആക്ച്വലി
ടെമ്പിളിലുള്ള ബാറ്റ്സ് എന്ന് പറയുന്നത് അവരുടെ നാട്ടുകാരുടെ വിശ്വാസം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരുടെ ആത്മാവ് ഷാനു പ്രശ്നമുണ്ടോ? ബാക്കിയുള്ളവർക്കോ? ഓക്കെ, അപ്പൊ അവിടെ ഷാനുവിന് വരുന്ന അറ്റു എന്ന് പറഞ്ഞ് നടക്കുന്നത് ആരാ? അറ്റു അതാരാ? അതുലാണോ? ഓക്കെ, വേണ്ടതില്ല. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, അപ്പോ ആ നാട്ടുകാരുടെ വിശ്വാസം അനുസരിച്ച് ഈ ടെമ്പിൾ എന്ന് പറയുന്നത്, അല്ലെ, ഈ ടെമ്പിളിന്റെ അടുത്തുള്ള ഈ മരത്തിൽ വന്ന് കിടക്കുന്ന ലക്ഷക്കണക്കിന് വവ്വാലുകൾ എന്ന് പറയുന്നത് മരിച്ചു പോയവർ, അവരുടെ വേണ്ടപ്പെട്ടവർ മരിച്ചു പോയിട്ട് അവരുടെ ആത്മാവ് ഇത് നമ്മുടെ വവ്വാലായിട്ട് വന്ന് കിടക്കുന്നു എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോ ആ വിശ്വാസത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ വിശ്വാസം ഉണ്ടായിരുന്നപ്പോഴാണ് ഈ ഒരു വെടിവെക്കാൻ പോയത്. പക്ഷെ അപ്പോഴ് നാട്ടുകാർ അവരെ വെറുതെ വിടും? അപ്പോ ഒരിക്കലും അവർ നാട്ടുകാരെ വെറുതെ വിടത്തില്ല. പക്ഷെ ഇത് ഇനി അവസാനം അപ്പോ അങ്ങനെ പറയുന്നുണ്ട്, അവര് ഇത് മ്യൂട്ട് ചെയ്തേ. ഓക്കെ, അവരാരെങ്കിലും എന്റെ കോക്കനട്ട്സില് ആരെങ്കിലും വന്ന് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ അവരെ കൊല്ലും. അവരാരും ആൻസിസ്റ്റേഴ്സ് ഒന്നും അല്ല, അല്ലെങ്കിൽ അവരിങ്ങനെ ആത്മാക്കളായിട്ട് വന്നവരൊന്നും അല്ല. അല്ലാതെ ഇവരെല്ലാരും പക്ഷേ ഇവരെല്ലാരും ഇതിനെ നശിപ്പിക്കാൻ വരുന്നവരാണ്. പക്ഷെ ആത്മാക്കളൊന്നും അല്ലാന്ന് അവരുടെ ഭാര്യ പറയുന്നു എന്നുണ്ടെങ്കിലും, പക്ഷെ നമ്മുടെ കവി പറയുന്നുണ്ട് എല്ലാവരും, ഈ മൃഗങ്ങളും പക്ഷികളും എല്ലാം തന്നെ നമ്മുടെ ഭൂമിയുടെ അവകാശികളാണ്. കാര്യം അവർക്കാർക്കും ചോദിക്കാൻ വേറെ ആരുമില്ല, അവർക്കാർക്കും ഒന്നും ചെയ്യാനില്ല. ഇവരെല്ലാം തന്നെ ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. അതില് ഒരു മാറ്റവും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മുടെ കവി എഴുത്തുകാരൻ നമ്മുടെ എഴുത്തുകാരൻ അങ്ങനെ അവിടെ പറഞ്ഞ് നിർത്തുകയാണ്. അതായത് ഇത്രയേ ഉള്ളൂ, ഭൂമിയുടെ എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട്. അവരെല്ലാം എന്ന് പറയുന്നത് ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്. അപ്പൊ ഇതാണ് ആ ഒരു കഥയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്. അപ്പൊ ഒരു സമ്മറി എന്ന കണക്കിന് നിങ്ങൾക്ക് അത് മനസ്സിലായോ? ലൈക്ക് ഓവറോൾ കഥ എന്താണ് എന്നുള്ള കാര്യം മനസ്സിലായോ ഋതു? പ്രത്യേകിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നവര്, അവരാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാര്യം ബാക്കിയുള്ളവർക്ക് അന്ന് ഞാൻ പഠിപ്പിച്ചതാ, പക്ഷെ ഇല്ലാത്തവര്. ഋതു മനസ്സിലായോ? ജ്യോതിക? ഓക്കെ. ദിയ ഇടക്കിടക്ക് പ്രശ്നമാവുന്നുണ്ടല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു ഒന്നുകിൽ അവിടുത്തെ പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ ഇവിടുത്തെ പ്രശ്നമായിരിക്കും. ഓക്കെ, അപ്പൊ ദിയ ഒരു കാര്യം ചെയ്യ്, നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളവരാരും വീഡിയോ ഓഫ് ചെയ്യരുത്. പക്ഷെ ദിയ അവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ ഓൺ ചെയ്യണ്ട. എന്നിട്ട് ഫോണ് ഒരിടത്ത് തന്നെ വച്ചിരിക്കാൻ നോക്ക്. അപ്പോ ഏകദേശം നെറ്റ് കിട്ടും, വലിയ പ്രശ്നം വരത്തില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കേ. കാര്യം ദിയയുടെ വോയിസും ചെറുതായിട്ട് ക്രാക്ക് ആവുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം അവിടെയും എന്തോ ഒരു നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഇവിടെയും എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ കാണും. അതാണ് ഇപ്പൊ ടോട്ടലി ഒരു ഇഷ്യൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ആ ഒരു കഥ എന്ന് പറയുന്നത്. ഞാൻ എന്തായാലും ക്വസ്റ്റ്യൻസ് ആൻസർ ഞാൻ ഇത് കഴിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അയച്ചിരിക്കാം. നമുക്ക് അതിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? നമുക്ക് പറ്റുന്നത് പോലെ നമുക്ക് ചെയ്യാൻ നോക്കാം. എന്നിട്ട് ആക്ടിവിറ്റീസും കൂടെ നമുക്ക് നോക്കാം. Okay. They did not seem to care for anyone in the world, not even the government. അവരാരും ഈ ലോകത്തിലെ ആരെയും ഒന്നും ശ്രദ്ധിക്കുന്നില്ല. അവരാരെയും കുറിച്ച് ചിന്തിക്കുന്നില്ല. അവര് ഒന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഇത് ഇപ്പൊ എഴുതണ്ട, ഞാനിത് അയച്ചു തരാം. അയച്ചതിന് ശേഷം നോട്ടിൽ എഴുതിയാൽ മതി. കേട്ടോ, ഞാനിത് അയച്ചു തരാം. ഓക്കെ, അപ്പോ
ഗവൺമെന്റിനെ പോലും അവരിത് കെയർ ചെയ്യുന്നില്ല. അപ്പൊ ആരാണ് ഇവിടെ ആ പറയുന്ന ദേ എന്ന് പറയുന്ന ആരാണ് ഇവിടെ അങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഈ കഥയിൽ പറഞ്ഞത് ആരെയാണ് പറഞ്ഞത്? ആരൊക്കെയാണ് ഈ വസ്തുവിലോട്ട് അതിക്രമിച്ച് കയറിയത്? ആരാ? ബേർഡ്സ്, reptiles. Okay, birds, reptiles, crow, hawks, butterflies, foxes, snakes, cobra, ഇവരെല്ലാരുമാണ് അവിടെ അതിക്രമിച്ച്. ഓക്കെ, അതായത് നമ്മളിവിടെ ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു നോക്കിയത്. അതായത് they did not seem to care for anyone in the world, not even the government. അപ്പോ പറയുന്നത് അവരാരും, അതായത് അവർ ആരും ഈ ലോകത്ത് ഒന്നിനെയും കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരാരും ഗവൺമെന്റിനെ പോലും വകവയ്ക്കുന്നില്ല. ഇവിടെ ദേ എന്ന് പറയുന്നത് ആരെയാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ദേ എന്ന് പറയുന്നത് ആരെയാ? ഋതു, ആരെയാ ഇവിടെ പറയുന്നത്? ആരെയായിരിക്കും? ആരൊക്കെ? നമ്മുടെ ആനിമൽസ്, നമ്മുടെ ബേർഡ്സ്, അവരെല്ലാരുമാണ് ഈ ഫോക്സ്, റേഡ്സ്, അവരെല്ലാരുമാണ് ഇതെല്ലാം അതിക്രമിച്ച് കയറി. അവരെയാണ് ദേ എന്ന് പറയുന്നത്. ഷാരോൺ, നിനക്കവിടെ പ്രശ്നം ഉണ്ടോടാ? ഓക്കെ, അവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. ഒന്നിൽ ഇവിടത്തെ ആയിരിക്കും, അല്ലെങ്കിൽ അവിടത്തെ ആയിരിക്കും. ഓക്കെ, എന്തായാലും നോക്കാം. Second question. God has made them for all the creatures and we had better remember that occasionally. What message do you get from this given statement? അപ്പോ നമ്മുടെ കവി ഇവിടെ പറയുന്നുണ്ട് God has made them for all the creatures. ഇതെല്ലാം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇത് എല്ലാവർക്കും വേണ്ടിയാണ്. അതായത് നമുക്ക് മാത്രമല്ല, ഇത് എല്ലാവർക്കും വേണ്ടിയാണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് പറയാണ്. അപ്പോ എന്തായിരിക്കും അത്? ആ ഒരു സെന്റൻസ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? അതായത് ഇതെല്ലാം എല്ലാ ക്രിയേച്ചേഴ്സും എല്ലാം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ ഈ ക്രിയേച്ചേഴ്സ് ഉൾപ്പെടെ ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്, ഇപ്പൊ മനുഷ്യർക്കും മൃഗങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നല്ലതാണ് എന്ന് പറയാൻ കാരണം എന്തായിരിക്കും? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടായിരിക്കും? ജസ്റ്റ് ഒന്ന് ആലോചിച്ചു. അതായത് പറയാണ് ഈ ഭൂമി എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അതായത് നമുക്ക് മനുഷ്യർക്ക് മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. അത് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്നത് നമ്മൾ നന്നായിരിക്കും എന്ന് പറയാൻ കാരണം എന്താ? എന്തായിരിക്കും? അറിയാവോ? മൃഗങ്ങളെയൊക്കെ കൊല്ലാതിരിക്കാനാണ്. മൃഗങ്ങളെ കൊല്ലാതിരിക്കാനായിട്ട്. കാര്യം നമ്മുടെ മനുഷ്യരെന്ന് പറയുന്നത് they took everything personally. They are so selfish. നമ്മളായാലും ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതില് ചിക്കൻ കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാരും കഴിക്കും. ഓക്കെ, അപ്പൊ അതായത് നോൺ വെജിറ്റേറിയൻസ് ആയ എല്ലാവരും ചിക്കൻ കഴിക്കും, അല്ലെ? ചിക്കൻ, മട്ടൺ, ബീഫ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറച്ചികളായി കഴിക്കും. അതൊക്കെ എന്ന് പറയുന്നത് നമ്മൾ അവരെ കൊന്നല്ലേ നമ്മൾ കഴിക്കുന്നത്? കാര്യം മനുഷ്യരായ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ആഹാരം, ചിക്കൻ ആയാലും ചിക്കൻ അതൊക്കെ ജീവനുള്ളതാണല്ലോ, അവരും ഭൂമിയുടെ അവകാശികളാണല്ലോ. പക്ഷെ എന്നാലും നമ്മൾ അതെല്ലാം കഴിക്കും. അപ്പോ ഇതെല്ലാം തന്നെ നമ്മുടേതായ യൂസിന് മാത്രം വേണ്ടിയിട്ട് എന്ന് വിചാരിക്കാതെ അവരെയും കൺസിഡർ ചെയ്യണം. ലൈക്ക് നമ്മുടെ ഇപ്പൊ പ്രകൃതി കംപ്ലീറ്റ് ആയിട്ട് മരങ്ങള്, അല്ലെങ്കിൽ ടോട്ടൽ അതായത് നമ്മുടെ ഇപ്പൊ റിവേഴ്സ്, ഈ നാച്ചുറൽ റിസോഴ്സസ് എല്ലാം തന്നെ അതിൻ്റെതായ കൺസിഡറേഷൻ കൊടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ
ഇത് എഴുത്തുകാരൻ പറയുന്നത് ഇതെല്ലാം അവർക്കും കൂടെ വേണ്ടിയിട്ടാണ്, നമുക്ക് മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് എന്ന് നമ്മുടെ എഴുത്തുകാരൻ ഇവിടെ പറയുന്നത്. ഓക്കെ, we can shoot the bats, the fox and the polecats with a gun. Do you think what the author's wife saying it is right? If so, justify your answer. അതായത് നമുക്ക്, അതായത് എലികളെയും ഇത് നമ്മുടെ ആരാ ഫോക്സ്, കുറുക്കന്മാര്, വവ്വാല്, കുറുക്കന്മാര് എല്ലാരെയും തന്നെ നമുക്ക് ഇതേപോലെ വെടിവെച്ച് കൊല്ലാം. നമുക്ക് വെടിവെച്ച് കൊല്ലാം. അതാവുമ്പോൾ അവര് ആരും നമ്മളെ ഇനി ശല്യപ്പെടുത്തില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ എല്ലാരെയും വെടിവെച്ച് കൊല്ലാം, അങ്ങനെ പറയുന്നത് ശരിയാണോ അല്ലയോ? അങ്ങനെ പറയുന്നത് ശരിയാണോ? തെറ്റാണ്. എന്തുകൊണ്ടാ? എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. എല്ലാവർക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമുണ്ട്. All the creatures have the right to live in this universe. ആർക്കും ആരെയും കൊല്ലാനുള്ള അവകാശം ഇല്ല. അതുള്ള അവിടെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ടാണ് അതിന് ഒരു ഇഷ്യൂ വരുന്നത് അതില്. ഓക്കെ, നമുക്ക് ആക്ടിവിറ്റി നോക്കാം. ഇതിലുള്ള ആൻസേഴ്സ് ഞാൻ അയച്ചു തരാവേ കേട്ടോ. ഇത് ഞാൻ ആൻസേഴ്സ് അയച്ചു തരാം, അപ്പൊ അത് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. In the story, you can find the following exchanges between the author and his wife. Read the story again and complete the conversation between them. We are the owners of this land. The birds, beasts, reptiles, and insects too have the right to this land just as we have. നമുക്കുള്ളതുപോലെ തന്നെ നമ്മൾ ഭൂമിയുടെ അവകാശികളാണ്. നമ്മുടെ ഭൂമിയുടെ ആധാരപ്രകാരം നമുക്കാണെങ്കിൽ നമ്മൾ അവകാശികളാണ്. പക്ഷേ ഈ ഭൂമിയിൽ അവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ ഇതിലൊന്ന് ടെക്സ്റ്റിലൊന്ന് കണ്ടുപിടിച്ചെഴുതാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാനിവിടെ ആൻസർ എഴുതിയിട്ടുണ്ട്, അത് നോക്കാം. അപ്പൊ നമ്മുടെ വൈഫ് പറയുന്നത്, ആർ യു സേയിങ് റാറ്റ്സ് ഹാവ് ദ റൈറ്റ്സ് ആസ് വെൽ? ദേ ഡോണ്ട് സീം ടു തിങ്ക് വി ഹ്യൂമൻസ് ഹാവ് എനി. അപ്പോ നമ്മുടെ ഇത് എഴുത്തുകാരൻ പറയുകയാണ്, വൈക്കം മുഹമ്മദ് ബഷീർ പറയുകയാണ്, ഇത് എല്ലാവർക്കും അവരുടേതായ അവകാശമുണ്ട്. പക്ഷെ നമ്മുടെ വൈഫ് ചോദിക്കുകയാണ്, നിങ്ങൾ പറയുന്നുണ്ട് ഈ എലികൾക്കും അതേപോലെ റൈറ്റ് ഉണ്ടെന്ന്, നമ്മൾ മനുഷ്യരെല്ലാം ഇവിടെ ജീവിക്കുന്നത് പോലും അവരെ ചിന്തിക്കുന്നില്ല. അപ്പോ അതിനെക്കുറിച്ച് അവര് ആലോചിക്കുന്ന പോലും ഇല്ല. അപ്പോ യഥാർത്ഥത്തില് അവര് തെറ്റുകാരല്ലേ? അപ്പോ അവർക്ക് ഭൂമിയുടെ അവകാശം ഉണ്ടെങ്കിൽ അവര് നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ലല്ലോ, പിന്നെ എന്തിനു നമ്മൾ അവരെ കൺസിഡർ ചെയ്യണം എന്ന് ചോദിക്കുക. അപ്പോ നമ്മുടെ ലാസ്റ്റ് പാരഗ്രാഫ് ആണെന്ന് തോന്നുന്നത്, അതിലാണെന്ന് തോന്നുന്നത് പറയുന്നത്, ഐ ഹാഡ് നോ ടേസ്റ്റ് ഫോർ കില്ലിംഗ് റേസ്. However, I had to do something about our coconuts. But what could I do? പക്ഷേ എനിക്ക് ഒരിക്കലും റാറ്റ്സിനെ ഒന്നും കൊല്ലുന്നതിനോട് ഒരു താല്പര്യവും ഇല്ല. പക്ഷേ നമ്മുടെ കോക്കനട്ട്സിന്റെ കാര്യത്തിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യണം. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് നമ്മുടെ വൈഫ് പറയുന്നത്, ലെറ്റ്സ് ബൈ എ ഗൺ, വി ക്യാൻ ഷൂട്ട് ദ ബാറ്റ്സ്, ദ ഫോക്സ് ആൻഡ് ദ പോഡ്കാറ്റ്സ് വിത്ത്. അപ്പോ നമുക്ക് എപ്പോഴും ഈ ശല്യം ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു തോക്ക് വാങ്ങിക്കാം, തോക്ക് വാങ്ങിച്ചിട്ട് ഇവരെല്ലാം വെടിവെച്ച് കൊല്ലാം. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, കാരണം ഇത് കണ്ടുപിടിച്ചെഴുതാനല്ലേ. ടെക്സ്റ്റില് ഞാൻ അയച്ചു തരുമല്ലോ, അയച്ചു തരുമ്പോ എഴുതിയാൽ മതി. ഇപ്പൊ എഴുതാന്ന് നമുക്ക് അങ്ങനെ വരുന്ന സമയമില്ലല്ലോ, പോർഷന് കുറെ തീരാനുണ്ട് നമുക്ക് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അല്പം സ്പീഡിൽ പോകുന്നേ. ഇത് ഞാൻ എന്തായാലും ഇത് ഞാൻ ഈ PDF ഞാൻ അങ്ങ് അയച്ചു തരും, അപ്പോ അതില് എഴുതാം. Okay, look at the poster. Save Earth. Let us all live in harmony. അതായത് എല്ലാവർക്കും ഒരുമിച്ച് ഐക്യത്തോടെ ജീവിക്കാം, ഒരുമിച്ച് സാഹോദര്യത്തോടെ അല്ലെ ഐക്യത്തോടെ, അതാണ് ഹാർമണിയുടെ മീനിങ്. അപ്പോൾ ഐക്യത്തോടെ ഒരുമിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ ഈ ഒരു പോസ്റ്റർ. വാട്ട് മെസ്സേജ് ഡസ് ദിസ് പോസ്റ്റർ കൺവേ? ഈ പോസ്റ്റർ എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്?
മൃഗങ്ങളെ സംരക്ഷിക്കുക. മൃഗങ്ങളെ സംരക്ഷിക്കുക. റൈറ്റ്. ഓക്കെ. മൃഗങ്ങളെ, നോട്ട് ഓൺലി animals, we can say that we should live in complete harmony with all the creatures around us. നമ്മൾ എല്ലാവരും ജീവിക്കേണ്ടത് we should live in harmony with all the living beings around us. അതായത് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ മൃഗങ്ങളും പക്ഷി നമ്മുടെ മരങ്ങൾ എല്ലാത്തിനോടും ഒത്തൊരുമിച്ച് വേണം ജീവിക്കാൻ. അവരെ ഒന്നും നശിപ്പിക്കാൻ നോക്കാതെ, അല്ലെങ്കിൽ റിവേഴ്സ് അല്ലെങ്കിൽ നാച്ചുറൽ റിസോഴ്സസ് ഒന്നും നശിപ്പിക്കാൻ നോക്കാതെ നമ്മൾ ജീവിക്കണം. അപ്പോ prepare a poster on the theme every creature has right to live on earth. അപ്പോൾ അത് അങ്ങനെ ഒരു പോസ്റ്റർ അതെന്തായാലും നമുക്ക് ഈ ചാപ്റ്ററിൽ വേണ്ട. നമുക്ക് പോസ്റ്റർ നിർമ്മിക്കാനായിട്ട് നമുക്ക് പഠിക്കാം, പക്ഷെ അത് അടുത്തൊരു ചാപ്റ്ററിൽ നമുക്കത് പഠിക്കാം കേട്ടോ. പോസ്റ്റർ, അതൊരു പ്രോപ്പർ പോസ്റ്റർ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് അതിൽ പഠിക്കാം. ഇതിലായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ വെച്ച് ചെയ്യാനുള്ളതേ ഉള്ളൂ, അല്ലാതെ നമുക്കത് വേറൊരു ചാപ്റ്ററിൽ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം. ഓക്കെ. ആൽഫിൻ, നിനക്ക് എപ്പോഴാണ് അവിടെ കണക്ട് ആയത്? ആഹാ, അപ്പൊ അവിടെ നല്ല നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടല്ലേ? Okay. Okay. Activity 3. Does the earth only belong to human beings? മനുഷ്യർക്ക് മാത്രമാണോ ഭൂമി അവകാശപ്പെട്ടിട്ടുള്ളത്? What is the author's view about this? Pick out the sentences from the text to justify the author's view. Okay, അത് വേണ്ട. എന്താണ് നമ്മുടെ ഓഥറിന്റെ വ്യൂ? എന്താണ്? അതായത് ഓഥർ ഈ കഥയിലൂടെ നമുക്ക് എന്താണ് പറയുന്നത്? മനുഷ്യർക്ക് മാത്രമാണോ ഈ ഒരു ഭൂമിയെ അവകാശമാക്കിയിട്ടുള്ളത്? ആണോ? പിന്നെ ആർക്കൊക്കെയാണ്? ബേർഡ്സിനും അനിമൽസിനും നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ ഇത് അവകാശപ്പെട്ടിട്ടുള്ളതാണ്. ഇതിന്റെയും ആൻസർ ഞാൻ എഴുതിയിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. ഞാനത് ടൈപ്പ് ചെയ്യണം. ടൈപ്പ് ചെയ്തതിനു ശേഷം ഞാൻ ഞാൻ ഇതിന്റെ റെക്കോർഡ് ഞാൻ ഇട്ടിരിക്കും. ഇന്ന് റെക്കോർഡ് കറക്റ്റ് ആയിട്ട് ആവുന്നുണ്ട്, പേടിക്കണ്ട. Look at the following sentence from the story. Hadn't the all earth been taken over by man? അപ്പോ ഇവിടെയാണ് നമുക്കടുത്ത് ഗ്രാമറിന്റെ ആവശ്യം. ഈ പ്രപ്പോസിഷൻ എന്താണെന്ന് അറിയാവോ? ഉച്ചാരണം. അതായത് പ്രൊനൗൺസിയേഷൻ അല്ല ചോദിച്ചത്, പ്രപ്പോസിഷൻ. എന്തായിരിക്കും പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്? അതായത് ആക്ച്വലി പ്രപ്പോസിഷൻ എന്ന് പറയും പ്രീ പൊസിഷൻ, PRE, പ്രീ പൊസിഷൻ. അതായത് ഒരു വാക്കിന്റെ മുന്നിൽ ചേർക്കുന്ന വാക്ക്, അതായത് ഒരു വാക്കിന് മുന്നേ നമ്മൾ ചേർക്കുന്ന വാക്ക്. എന്തിനു വേണ്ടിയിട്ട്? അതിനൊരു അർത്ഥം ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന ഒരു വാക്കാണ് ഈ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു സെന്റൻസ് നമുക്ക് ഇവിടെ നോക്കാം. Hadn't the old earth been taken over by man? അപ്പോ ഈ മാൻ എന്ന വാക്കിന്, അതിന്, ആ നൗണിന്, മാൻ എന്ന് പറയുന്ന ആ ഒരു നൗൺ, അപ്പൊ ആ നൗണിന് അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു വാക്ക് ചേർത്തു. ആ സെന്റൻസിന് ഒരു അർത്ഥം ഉണ്ടാവരുത്. ടേക്കൺ ഓവർ ബൈ മാൻ എന്ന് പറയുമ്പോൾ മനുഷ്യനാൽ അത് എടുക്കപ്പെട്ടു എന്നാണ് അർത്ഥം. മനുഷ്യനാൽ. അതുപോലെ തന്നെ ഓരോ വാക്കിനും, അതായത് ഓരോ നൗണിന്റെ കൂടെയും നമ്മൾ ആ ഒരു വാക്കിന് കൂടുതൽ അർത്ഥം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്കുകളാണ് പ്രപ്പോസിഷൻ. നമുക്ക് പറയാം വിത്ത്, ലൈക്ക് ഇവിടെ ഇപ്പൊ വിത്ത്, ബൈ, ഇങ്ങനെ രണ്ടുമൂന്ന് വാക്ക്. അതുപോലെ തന്നെ ഇവിടെ കുറെ വാക്കുകൾ നമുക്കിവിടെ നോക്കാനുണ്ട്. ഫ്രം, ഓഫ്, ഇൻ, അറ്റ്. നമ്മളിപ്പോ ഈ വാക്കുകളൊക്കെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണല്ലോ.
എടാ എനിക്ക് തോന്നുന്നു അവിടെ നിനക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അതുകൊണ്ടാണ് അത്രയും ആ ഒരു പ്രശ്നം ഉണ്ടാവുന്നത് എന്നാ എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ബാക്കിയുള്ളവർക്ക് അങ്ങനെ പ്രശ്നം വരുന്നുണ്ടോ? അതായത് അപ്പോ പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രിസീഡിങ് വേർഡ്സ്. അതായത് ഒരു വാക്കിനെ അതിന്റെ മുന്നിൽ അതുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളാണ് പ്രപ്പോസിഷൻ എന്ന് പറയുന്നത്. ഇപ്പോ വിത്ത് കോക്കനട്ട്, അതുപോലെ തന്നെ ആണോ? ടു ഫ്രം ടു എന്തോടാ അതാ. അപ്പൊ അതുപോലുള്ള കുറെ വാക്കുകളുണ്ട്. ഇപ്പോ എബൌട്ട്, എബവ്, ആഫ്റ്റർ, ഫോർ, ഫ്രം, ലൈക്ക്. അപ്പോ ഒരു വാക്കിന്റെ കൂടെ അതിനെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ കൂടെ ആഡ് ചെയ്യുന്ന വാക്കുകളെല്ലാം നമുക്ക് പ്രപ്പോസിഷൻ എന്ന് പറയാൻ പറ്റും. ബൈ മാൻ, വിത്ത് കോക്കനട്ട്, ഓഫ് കോക്കനട്ട്, ഹൈ സ്പിരിറ്റ്സ്. അപ്പോ എന്തോടാ അണ്ടർ, ഓവർ, എബവ്, ഇതെല്ലാം എന്ന് പറയും പ്രപ്പോസിഷൻ തന്നെയാണ്. അപ്പോ ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് നോക്കിയേ. ഇറ്റ് വാസ് എ 2 acre plot with coconut palms. അപ്പോൾ ഇവിടെ വിത്ത് എന്ന് പറയുന്നത് പ്രപ്പോസിഷൻ ആണ്. കാര്യം ഈ കോക്കനട്ട് എന്ന് പറയുന്ന വാക്കിനെ ഊന്നൽ കൊടുക്കാനായിട്ട് അവിടെ ഒരു വേർഡ് കൊടുത്തിട്ടുണ്ട്. അതിന് നമുക്ക് വിത്ത്. അതുപോലെ തന്നെ ഇതില് അണ്ടർലൈൻ ചെയ്യാത്ത കുറച്ച് പ്രപ്പോസിഷൻസ് പറഞ്ഞു നോക്കിയേ. ഇതിൽ അണ്ടർലൈൻ ചെയ്യാത്ത അല്ലെ ബോൾഡ് ചെയ്യാത്ത കുറച്ച് പ്രപ്പോസിഷൻസ് ഈ ഒരു സെന്റൻസിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഓക്കെ. എന്താ ആൻഡ് നമുക്കൊരു പ്രൊപ്പോസിഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. അതെന്ന് പറയുന്നത് അതൊരു ആൻഡ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ആണ്, ഒരു കണക്ടിങ് വേർഡാണ്. ആൻഡ് ഒരിക്കലും പ്രപ്പോസിഷൻ ആവത്തില്ല. പ്രപ്പോസിഷൻ എന്ന് പറയുന്നത് ഒരു വാക്കിന്റെ മുന്നില് ആ വാക്കുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന വാക്കുകളാണ്. ഇപ്പൊ ഇവിടെ നോക്കിയേ, കോക്കനട്ട് പാം എന്ന് പറയുന്ന ആ ഒരു വാക്ക് അല്ലെ കോക്കനട്ട് എന്ന് പറയുന്ന വാക്കിനെ ബന്ധിപ്പിക്കാൻ വിത്ത് കോക്കനട്ട്, എ പ്ലോട്ട് വിത്ത് കോക്കനട്ട്. അപ്പൊ കണ്ടോ, അത് രണ്ടും ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊരർത്ഥം വിത്ത് കോക്കനട്ട് പാംസ് എന്ന് പറയുമ്പോൾ അതിന് ആ കോക്കനട്ട് പാമിൽ എന്നുള്ള ആ ഒരു അതിന്റെ കൂടെ എന്നുള്ള ആ ഒരു അർത്ഥം വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ആൻഡ് എന്ന് പറയുന്നത് ഒരു കൺജങ്ഷനാണ്. അതായത് ഇത് രണ്ട് സെന്റൻസുകളെ അല്ലെ രണ്ട് വാക്കുകളെ തമ്മിൽ യോജിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ അങ്ങനെ യോജിപ്പിക്കുന്നതല്ല, അല്ലാതെ ഓരോ വാക്കുകളുടെയും അതിന്റെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വാക്കാണ് അല്ലെങ്കിൽ ഇതേപോലുള്ള പ്രപ്പോസിഷൻസ്. ഇപ്പോ പ്രൈസ് ഓഫ് കോക്കനട്ട്സ് കേട്ടോ, ഓഫ് കോക്കനട്ട്സ്, കോക്കനട്ടിന്റെ. പിന്നെ വേറെ ഏതൊക്കെ വരും? ഓഫ് ദ പാം, വിത്ത് കോക്കനട്ട്സ്. സോ അപ്പൊ അത്തരത്തിലുള്ള വാക്കുകളാണ് നമുക്കിവിടെ പ്രപ്പോസിഷൻ എന്ന് പറയാൻ പറ്റുന്നത്. ഇപ്പൊ ഇവിടെ ഈ ഒരു സെന്റൻസ് നോക്കിയേ, ഷീ ഈസ് സിറ്റിംഗ് ബൈ ഹെർ കമ്പ്യൂട്ടർ ആൻഡ് സ്പീക്കിംഗ് ഓവർ ദ ഫോൺ. ഇതിൽ ഏതൊക്കെ വാക്കുകൾ പ്രപ്പോസിഷൻ എന്ന് പറയാൻ പറ്റും? ബൈ, പറയണ്ട, വരത്തില്ല. ദാ എന്ന് പറയുന്നത് അത് ആ ഒരു പ്രോപ്പർ വേർഡ്, അത് ആ ഒരു ദാ വരത്തില്ല. പക്ഷെ ഓവർ വരും, ഓവർ ദ ഫോൺ, എന്നാ പറയുന്നത്. അപ്പോ ഓവർ വരും, ദ ഫോൺ. വേറെ ഏത് വരും? ഓക്കെ, അടുത്തൊരു സെന്റൻസ് നോക്കാം. ദ ഫീൽഡ് വാസ് ടേക്കൺ ഓവർ ബൈ കോൺക്രീറ്റ് ബിൽഡിംഗ്. ഇതിലേത് വരും? ടേക്കൺ ഓവർ ബൈ, ടേക്കൺ വരത്തില്ല. ടേക്കൺ വരാതെ, ടേക്കൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബാ. ഇതൊരു സബ്ജക്ട്, ദ ഫീൽഡ് സബ്ജക്ട്, അടുത്ത് വാസ് ടേക്കൺ അതൊരു വെർബ്, ഓവർ ബൈ കോൺക്രീറ്റ് ബിൽഡിംഗ്. അപ്പോ ബൈ എ
വരത്തുള്ളൂ. ഓക്കെ, അടുത്ത് ഹരിത ഓൾവേസ് കംസ് ടു സ്കൂൾ ബൈ ബസ്. ഇതിലേത് വരും? comes to school by bus. ഓക്കെ, ടു നമുക്കൊരു പ്രൊപ്പോസിഷൻ എന്ന് പറയാം. ഓക്കെ, പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഒരു ആപ്റ്റ് എന്ന് പറയുന്നത് ബൈ ആണ് അവിടെ. കാരണം എന്താ, അതും നമുക്ക് പ്രൊപ്പോസിഷൻ ആയിട്ട് എടുക്കാം. എന്നാലും കുറച്ചുകൂടെ ആ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് ആ ഒരു ബസ്സുമായിട്ട് കറക്റ്റ് ആയിട്ട് വരുന്ന ഒരു ഇത്. അഭിജിത്തെ അടി വെക്കാതെ. ഓക്കെ, അപ്പൊ ബൈ. എവരിഡേ മൈ ഷാരോൺ കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ. എവരിഡേ മൈ ടീച്ചർ കംസ് with a smile on her face. She is very friendly with us. She takes us with her whenever she goes out for the walk in the garden. അപ്പോ with ഈ ഒരു സെന്റൻസോടെ പറയുന്നതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് with എന്ന് പറയുന്ന ആ ഒരു പ്രൊപ്പോസിഷൻ പരിചയപ്പെടുക, by എന്ന് പറഞ്ഞ ഒരു പ്രൊപ്പോസിഷൻ പരിചയപ്പെടുക. ഈ രണ്ട് പ്രൊപ്പോസിഷൻസും പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് അവരങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോ വിത്തിന്റെ മീനിങ് എന്താ? കൂടെ കൊണ്ട് ഒപ്പം ആയി. കൂടെ കൊണ്ട്, അത് ഓക്കെ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് കംസ് വിത്ത് എ സ്മൈൽ ഓൺ ഹർ ഫേസ്. അപ്പോ ഒരു ചിരിയോടുകൂടെ വരും. അപ്പൊ കൂടെ കൊണ്ട് അതൊക്കെ. അപ്പൊ ഇവിടെ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനെ നമ്മൾ ഫില്ല് ചെയ്യണം എന്നുള്ളതാണ്. ഇതില് ബൈ, വിത്ത്, ഫ്രം, ഓഫ്, ഇൻ, ഇറ്റ് ഇതെല്ലാം എന്ന് പറയുന്ന പ്രൊപ്പോസിഷൻസ്. പക്ഷെ ഓരോ പ്രൊപ്പോസിഷൻസും എവിടെ നമ്മൾ ചേർക്കും, അതാണ് നമ്മുടെ ചോദ്യം. നോക്കി നോക്കാം. ഹരിത റീച്ച്ഡ് ഹോം ഫ്രം സ്കൂൾ ഡാഷ് 6 o'clock in the evening. ഹരിത വീട്ടിലേക്ക് തിരിച്ചു പോകും ഇത്ര മണിയോടുകൂടെ അവള് തിരിച്ച് ഇത്ര മണിക്ക്, അല്ലെങ്കിൽ വൈകുന്നേരം ഇത്ര മണിക്ക്, 6 മണിക്ക് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവിടെ ഏത് പ്രൊപ്പോസിഷൻ നമുക്ക് ചേർക്കാൻ പറ്റും? സമയമാണ് അവിടെ വരുന്നിട്ടുള്ളത്. ഓക്കെ, ബൈക്കുള്ള എക്സ്പ്ലനേഷൻ ഞാൻ തരാം. അതായത് സമയമാണ് നമുക്കവിടെ പ്രൊപ്പോസൽ, അതായത് 6 o'clock എന്ന് പറയുന്ന സമയം. അപ്പോ സമയത്തിനെയാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഏത് പ്രൊപ്പോസിഷൻ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും? ഋതു പറഞ്ഞ ആൻസർ അറ്റ്. അതായത് സമയത്തിനെ നമ്മൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോഴ് അറ്റ് എന്ന് കൊടുക്കാം. അത് അറ്റ് 6 o'clock. ഇപ്പൊ ബൈ എന്ന് നമുക്ക് പറയാം, പക്ഷെ അത് ഓരോന്നിനും ഓരോ സ്ട്രക്ചർ അനുസരിച്ച് അതായത് 6 മണിക്ക് എത്തും എന്ന് പറഞ്ഞു, അല്ലാതെ 6 മണിയോട് കൂടെ എത്തും എന്നല്ല പറഞ്ഞത്. 6 മണിക്ക് അവിടെ എത്തും, എക്സാക്ട് 6 o'clock. ഞാൻ നിങ്ങൾക്ക് ഇത് ലിങ്ക് ഇടുന്ന സമയത്ത് ജോയിൻ ബൈ ഇത്ര മണി അല്ലെങ്കിൽ 1:55 ജോയിൻ ബൈ എന്നാ ഇടുന്നത്. എന്തുകൊണ്ടാണ് അവിടെ ബൈ ഞാൻ യൂസ് ചെയ്യുന്നത്? എറൗണ്ട് ഒരു 1:55 അല്ലെങ്കിൽ 12:55 ആവുമ്പോ കേറ്. അതായത് എറൗണ്ട് 12:55. അത് 1 മണിക്കാണ് ക്ലാസ്. അപ്പൊ അതിനു മുമ്പ് ഒരു 5 മിനിറ്റ് നേരത്തെ കയറിയാൽ കൊള്ളാം. അപ്പൊ ആ ഒരു സമയം ആവുമ്പോ 1 മണിക്ക് മുമ്പായിട്ട് കേറൂ എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ബൈ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് 6 o'clock in the evening. കറക്റ്റ് ഇത്ര മണിക്ക് അവൾ തിരിച്ച് വീട്ടിലെത്തും. അറ്റ് 6 o'clock. Okay. Her mother was angry dash her. അവളുടെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അപ്പൊ ദേഷ്യം അവളുടെ അടുത്ത്. അപ്പൊ ഏത് പ്രൊപ്പോസിഷൻ വരും? അറ്റ് നമ്മൾ ഓൾറെഡി വിത്ത്. അതായത് അവളുടെ അടുത്ത്
അവളുടെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഹെർ മദർ വാസ് ആംഗ്രി വിത്ത് ഹെർ. ആംഗ്രി വിത്ത് ഹെർ. അപ്പൊ ഇവിടെ അറ്റ് വരും അല്ലേ? Okay, at 6:00. Okay, she was late because there was a quiz competition dash the school. പക്ഷെ അവള് ലേറ്റ് ആയി. പക്ഷെ അന്ന് അവൾ വന്നത് ലേറ്റ് ആയി. അതുകൊണ്ടാണ് അവളുടെ അമ്മയ്ക്ക് ദേഷ്യം വന്നത്. Because there was a quiz competition dash the school. സ്കൂളിൽ in the school സ്കൂളിൽ അവ സ്കൂളിൽ in the school. Right. Right. About okay. In the school, she bagged the first prize in the contest organized dash the literary club of the by the literary club. by the literary school. The literary club. അതെങ്ങനെയാ ബൈ വന്നേ? എന്തുകൊണ്ടായിരിക്കും ബൈ വന്നേ? എന്തുകൊണ്ടാ? അതായത് ബൈ വരാൻ കാരണം ഷീ ബാഗ് ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ കോണ്ടസ്റ്റ്. അപ്പൊ അവൾ ഫസ്റ്റ് പ്രൈസ് നേടി. ഓർഗനൈസ്ഡ്, ആര് ഓർഗനൈസ് ചെയ്തു? ഓർഗനൈസ് ചെയ്തത് ലിറ്റററി ക്ലബ് ആണ്. ലിറ്റററി ക്ലബ് ഓർഗനൈസ് ചെയ്ത പ്രോഗ്രാം, അതായത് ഓർഗനൈസ്ഡ് ബൈ ദ ലിറ്റററി ക്ലബ്, ഓർഗനൈസ് ചെയ്ത എന്നുള്ള ആ ഒരു മീനിങ്. ഓക്കെ, അപ്പോ അവിടെ ബൈ വരും. She was awarded a cash prize of ₹1,000. അപ്പൊ അവർക്ക് 1000 രൂപ സമ്മാനമായിട്ട് കിട്ടി. Her mother was very happy and was proud dash her. Proud of her. അവളുടെ അമ്മയ്ക്ക് ഭയങ്കര അഭിമാനം തോന്നി. കാരണം അവളുടെ മോള് ഇത്രയും വലിയൊരു സമ്മാനമൊക്കെ നേടി ഫസ്റ്റ് പ്രൈസും മേടിച്ചുകൊണ്ട് വന്നു. അതുകൊണ്ട് അവർക്ക് ഭയങ്കര അഭിമാനം തോന്നി. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ എന്താ ഈ പ്രൊപ്പോസിഷൻസ് എഴുതേണ്ടത്. അപ്പൊ ഓരോന്നിനും ആ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് അത് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ള കാര്യം നോക്കുക. പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഈ പ്രൊപ്പോസിഷൻസ് ഞാനിപ്പോ നോക്കുന്ന ഇത്രയേ ഉള്ളൂ. ഈ നമ്മുടെ ഈ ടെക്സ്റ്റിലുള്ള പോർഷൻസ് അത്രയും തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗ്രാമർ ടെക്സ്റ്റ് ഉണ്ടല്ലോ, ആ ഗ്രാമർ ടെക്സ്റ്റ് അത്രയും എടുക്കാന്നുള്ള ഒരു പ്രതീക്ഷയില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ ഈ ഗ്രാമറിന്റെ ഈ പോർഷൻസ് എല്ലാം അങ്ങ് കവർ ആവും. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ അങ്ങനെ കൂടുതൽ മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ പേടിക്കണ്ട. പക്ഷെ ഗ്രാമർ നമ്മൾ എടുക്കുമ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ആവും കേട്ടോ. അപ്പൊ നമ്മൾ കൂടുതൽ പ്രൊപ്പോസിഷൻസും എല്ലാം നമ്മൾ അതില് പ്രോപ്പർ ആയിട്ട് നമ്മൾ നോക്കും. ഓക്കെ, അപ്പോ അത്ര തന്നെ. ഓക്കെ, ഇനി ഒരു ഇതൂടെ ഉണ്ട്. ഓക്കെ, അപ്പോ ഈ ആക്ടിവിറ്റി ഓക്കെ ആയോ? മനസ്സിലായോ? Yes, sir. Yes, sir. Okay. Look at the following sentence. While I was still wondering, my wife decided to take things into her hands one day. The word while is used to combine two sentences. ഞാൻ പറഞ്ഞില്ലേ, അത് while and എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് രണ്ട് സെന്റൻസിനെ കമ്പൈൻ ചെയ്യാനാണ് നമ്മൾ യൂസ് ചെയ്യുക. അതൊരു കൺജങ്ഷൻ എന്ന് പറയും, പറയാൻ പറ്റും. അപ്പോൾ രണ്ട് സെന്റൻസിനെ ഇവിടെ കമ്പൈൻ ചെയ്തിട്ടുണ്ട് while എന്ന് പറയുന്ന ഈ വാക്ക് യൂസ് ചെയ്തുകൊണ്ട്. അപ്പോ while എന്ന് പറയുമ്പോൾ while shows two actions happening at the same time. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, I was still wondering, അതൊന്ന്, my wife decided to take things into her hands one day. അപ്പോൾ ഇത് രണ്ട് സെന്റൻസിനെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് while എന്ന് പറയുന്ന ഒരൊറ്റ വാക്കിന് അവിടെ സാധിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. അപ്പോൾ while wondering
അല്ലെങ്കിൽ while I was still wondering my wife decided to take things into her hands one day എന്ന് പറയുന്ന സെന്റൻസിനെ നമുക്ക് രണ്ട് സെന്റൻസ് ആക്കാൻ പറ്റി. ആ കോമയുടെ മുമ്പ് വരെയുള്ളത് ഒരു സെന്റൻസും കോമയ്ക്ക് ശേഷമുള്ളത് വേറൊരു സെന്റൻസും. അങ്ങനെ രണ്ട് സെന്റൻസിനെയാണ് ഒരുമിച്ചാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ രണ്ട് സെന്റൻസ് ആക്കാൻ പറ്റുമെങ്കിൽ ഇവിടെ കുറച്ച് സെന്റൻസുകൾ കൊടുത്തിട്ടുണ്ട്, അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതേ രണ്ട് സെന്റൻസുകളെ ഒറ്റ സെന്റൻസ് ആയി കിടക്കുന്ന സാധനത്തിനെ സ്പ്ലിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത സാധനത്തിനെ തിരിച്ച് ജോയിൻ ചെയ്യാനും പഠിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ഇതിനെ എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇതിന് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത് ഈ വൈൽ എന്ന് ചേർക്കുന്ന സമയത്ത് ആ വൈലിനെ അങ്ങ് എടുത്ത് കളയുക. ഇപ്പൊ വൈൽ എന്ന് തുടങ്ങുന്ന സെന്റൻസ് ആണെങ്കിൽ അതിൽ ഒരു കോമയും വരും. അപ്പൊ വൈൽ എന്ന് പറയുന്ന ആ ഒരു വാക്കിനെ എടുത്ത് കളയുക, എന്നിട്ട് ബാക്കി കോമയ്ക്ക് മുമ്പ് വരെ ഒറ്റ സെന്റൻസ് ആക്കുക. അത് കഴിഞ്ഞിട്ട് കോമയ്ക്ക് ശേഷമുള്ളതിനെ ഒറ്റ സെന്റൻസ് ആക്കുക. അങ്ങനെ രണ്ടായിട്ട് നമുക്ക് ഈസി ആയിട്ട്, അതാണ് ഈസി വേ ടു സ്പ്ലിറ്റ്. അപ്പൊ അങ്ങനെ നമുക്ക് രണ്ടിനെയും സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കാം. While the author was traveling home, he heard the result of his exam. നമ്മുടെ ഒരു ഓതർ ഇത് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ പുള്ളിക്കാരന്റെ റിസൾട്ടും അറിഞ്ഞു. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം? The author was traveling home. He heard the result of his exam. അത്രേ ഉള്ളൂ. The author was traveling home. അതൊരു സെന്റൻസ്. അടുത്ത സെന്റൻസ്, പക്ഷെ അടുത്ത സെന്റൻസ് എഴുതുമ്പോ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാൻ മറക്കരുത്. He heard the result of the exam, of his exam. അപ്പോ അങ്ങനെ നമുക്ക് രണ്ട് സെന്റൻസ് ആക്കാൻ സാധിച്ചു. ഇനി അടുത്ത രണ്ടാമത്തത്, while I was making dinner my sister was watching television. അതിനെങ്ങനെ ആക്കാൻ പറ്റും? I was making dinner. My sister was watching television. Right. Okay. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ദിയ പറയുക, while I was speaking over phone my friend was reading magazine. എങ്ങനെ പറയാൻ പറ്റും ദിയ? ദിയ അൺമ്യൂട്ട് ചെയ്തേ. ദിയ പോയോ? ഓക്കെ, ആൽഫിൻ പറഞ്ഞേ. I was speaking over phone. My friend was reading magazine. Reading a magazine, right. I was at school. While I was at school, I was good in maths. ഞാൻ സ്കൂളിലായിരുന്നപ്പോ മാത്സില് നന്നായിരുന്നു. അതെങ്ങനെ പറയാൻ പറ്റും? I was at school. I was good in maths. I was at school. I was good in maths. Okay, last one. While my father was climbing the stairs, he slipped and fell down. എങ്ങനെ പറയാൻ പറ്റും? My father climbed the stair. He slipped and fell down. ഓക്കെ, അപ്പോ കോമയ്ക്ക് ശേഷം ഉള്ളത് നമുക്ക് സെന്റൻസ് ആക്കുമ്പോൾ, പുതിയ സെന്റൻസ് ആകുമ്പോൾ അവിടെ കോമയ്ക്ക് വരെ ഫുൾ സ്റ്റോപ്പ് ഇടുക, വൈലിനെ എടുത്ത് മാറ്റുക, അടുത്ത ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആക്കാൻ മറക്കരുത്. അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിൽ എഴുതാൻ പറ്റുമല്ലോ, പ്രശ്നമില്ലല്ലോ. ഓക്കെ, അപ്പൊ അത്ര തന്നെയാണ് ആ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. അതിലൊന്നും ഞാൻ നിങ്ങൾക്ക് വലുതായിട്ട് അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല, കാരണം നമുക്ക് അടുത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോ അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു യൂണിറ്റ് കൂടെ തീർക്കണം. ഈ ഒരു യൂണിറ്റ് തീർന്നു കഴിഞ്ഞാൽ ആ ഒരു ചാപ്റ്റർ കൂടെ തീർന്നു കഴിയുമ്പോൾ ആ ഒരു യൂണിറ്റ് കംപ്ലീറ്റ് ആവും.